ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുന്നത്. അപ്പൊ ദൈവരാജ്യത്തിലിരിക്കുന്ന മക്കൾക്ക് ലോകത്തിൽ നടക്കുന്ന മക്കളെ കാട്ടി വളരെയധികം ജ്ഞാനവും ഒക്കെ നമുക്ക് ഇസ് അവൈലബിൾ ഫോർ us. അപ്പൊ നമ്മൾ ഈ ദൈവരാജ്യത്ത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വെൻ യു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, അത് വളരെ കെയർഫുള്ളോട് വേണം നമ്മൾ അത് ഡീൽ ചെയ്യാൻ. കാരണം യു റിസീവ് ദ വിസ്ഡം ഫ്രം എബവ് and process it in your mind in such a way, you package it and speak it secularly. ഞാൻ പറയുന്ന ഐഡിയ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ദൈവത്തിന്റെ ജ്ഞാനം നമ്മൾ സ്വീകരിക്കുന്നു, അത് നമ്മുടെ മനസ്സിൽ പ്രോസസ് ചെയ്തിട്ട്, and then when you speak to people who doesn't know Jesus, make it in a such a way, ഒരു പാക്കേജ് ചെയ്യണം in such a way that is acceptable to them. അല്ലാതെ നമ്മള് ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലായിക്കോട്ടെ, എവിടെല്ലോ ആയിക്കോട്ടെ, a lot of people who doesn't know Jesus, അറിയില്ലായിരിക്കും, വേറെ ഡിഫറെന്റ് റിലിജൻ ആയിരിക്കാം. അപ്പൊ അവിടെ ഒക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് വേണം നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ വിസ്ഡം പാക്കേജ് ചെയ്ത് കൊടുക്കാൻ. അപ്പോ ആ വിസ്ഡം കിട്ടുമ്പോൾ ഞാൻ പ്രോസസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും സെക്യുലർ ലാംഗ്വേജിലായിരിക്കണം. അല്ലാതെ യു ഷുഡ് നോട്ട് ചെക്ക് ഔട്ട് ദ ഹോൾ ബൈബിൾ ഇൻ ടു ദം ആൻഡ് ദെൻ എല്ലാ ബൈബിളിലെ വാക്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ത്രസ്റ്റ് ഓഫ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് നമുക്കൊരു ജ്ഞാനം കിട്ടി അവരോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൊടുത്തെങ്കിലേ അവരെ നമുക്ക് ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത്, ഡു നോട്ട് ഓവർകം ഈവിൾ വിത്ത് ഈവിൾ, ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. അപ്പൊ യേശു എന്തുമാത്രം ഗുഡ്നെസ്സിലാണ് യേശു മൂവ് ചെയ്ത്, ആ ഗുഡ്നെസ് ഞാനും നിങ്ങളും നിറയുമ്പോഴാണ് നമുക്ക് യു ക്യാൻ സ്പീക്ക് വാട്ട് യു റിസീവ്ഡ് ആസ് സെക്യുലർ ലാംഗ്വേജ്. അപ്പോൾ ദാറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഇൻ ദ കിങ്ഡം. അത് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ എവിടെയും ആയിക്കോട്ടെ, അപ്പൊ ഏതെല്ലാം പ്രൊഫഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന, അവിടെ ദൈവരാജ്യം എക്സ്പാൻഡ് ചെയ്യാനാണ് നിങ്ങളെ എന്നെയും വെച്ചിരിക്കുന്നത്. ആ മേഖലകള് നമുക്ക് ജ്ഞാനം വേണം, എങ്ങനെ ഇവരോട് ഇത് ഇന്ററാക്ട് ചെയ്യണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. സംടൈംസ് ഇറ്റ് മേ നോട്ട് ബി ബൈബിൾ അറ്റ് ഓൾ. ആ സ്നേഹത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ആ സ്നേഹത്തിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോഴും ഈ ജ്ഞാനം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഫഷണൽ വെൽത്ത് മാനേജ്മെന്റിലായിരിക്കുന്നെങ്കിൽ, when you interact with them and get the wisdom and teach them how to make more wealth, ഒരു പാക്കേജ് കൊടുക്കുമ്പോൾ ഇൻഫാക്ട് നമുക്കറിയാം അതിന്റെ മെയിൻ യേശുവിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ യു ഡോണ്ട് ബ്രിങ് ഇറ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട്. പക്ഷെ ഈ ജ്ഞാനം അവർക്ക് കിട്ടുമ്പോൾ they will be attracted to the one who has given you that knowledge or given you that wisdom. It should be like that and make them attract to us. അതുകൊണ്ടാണ് നമ്മള് ദൈവരാജ്യത്തിൽ വെളിച്ചത്തിന്റെ മക്കളാന്ന് പറയുന്നത്. അപ്പൊ വെളിച്ചത്തിലെ മക്കൾ നിൽക്കുമ്പോൾ, വെളിച്ചം പ്രകാശിക്കുമ്പോൾ, ആ വെളിച്ചത്തിലേക്ക് ഇരുട്ടിയുന്ന എല്ലാ പ്രാണികളും രാത്രി നമുക്കറിയാം, എല്ലാ പ്രാണികളും എവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അങ്ങോട്ട് വരുന്ന പോലെ, that has to be attracted towards you. അത് നമ്മുടെ ലാംഗ്വേജിൽ കൂടെ വേണം, നമ്മുടെ ബിഹേവിയറിൽ കൂടെ വേണം ഇത് അട്രാക്ട് ചെയ്യാൻ. അതല്ലാതെ അവരെ വേറൊരു കാഴ്ചപ്പാട് നമ്മൾ കാണാൻ നമ്മൾക്ക് ഒരിക്കലും ശ്രമിക്കരുത്. ഇതാണ് നമ്മൾ ഈ ശലോമോന്റെ ഈ സദൃശവാക്യങ്ങൾ, പ്രോവേർബ്സ് ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അകത്ത് മെയിൻ തീം അതാണ് വന്നേക്കുന്നത്. യുനോ ശലോമോൻ എങ്ങനെയുള്ള രാജാവായിരുന്നു നമുക്കറിയാം. പക്ഷെ he was so accepted by the normal world, by the other kings of the whole world. So they came to see how he is operating. അപ്പൊ ശലോമോന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്കറിയാം. കർത്താവ് ശലോമോനോട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു, whatever you ask I am going to give you. എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. അപ്പൊ ശലോമോൻ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ശലോമോൻ എന്ത് വേണമെങ്കിലും ചോദിക്കായിരുന്നു. I need wisdom. എനിക്ക് ജ്ഞാനം വേണം, നിന്റെ മക്കളെ, നിന്റെ ആളുകളെ നയിക്കാൻ എനിക്ക് ജ്ഞാനം വേണം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ജ്ഞാനം മാത്രമേ ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ജ്ഞാനവും നിനക്ക് തരുന്നു, നീ ചോദിക്കാത്ത മുഴുവനും ഞാൻ നിനക്ക് തരുന്നു. സോ ഹി വാസ് സോ റിച്ച് ഇൻ എവറിത്തിങ്. ആ ഒരു വിസ്ഡം അതെങ്ങനെ പ്രാപിക്കാം, അതെങ്ങനെ പാക്കേജ് ചെയ്ത് നമുക്ക് സെക്യുലർ വേൾഡിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്, ഇഫ് യു ഗോ ആൻഡ് റീഡ് പ്രോവേർബ്സ് ഡെയിലി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, കോണ്ടെക്സ്റ്റ് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 31 സദൃശവാക്യങ്ങളേ ഉള്ളൂ. 1 a day വെച്ച് നിങ്ങൾ വായിക്കുക.
just for the next 3 or 4 months. You start reading one chapter. നമുക്കറിയാം ഇന്നത്തെ ഡേറ്റ് is 11. 11ാമത്തെ നിങ്ങൾ എടുക്കുക. Study it, meditate it. അതിൻ്റെ അകത്തെ കീ വേർഡ്സ് നിങ്ങൾ കിട്ടുന്നത്, you start working on it. That is the wisdom. It's for us, available for us every day. ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ നിങ്ങൾ ബൈ ഹാർട്ട് വായിച്ച് നിങ്ങൾ നോക്കുക. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Now I can come back. Okay. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്ക്രിപ്ചർ 2 പത്രോസ് 1:5 തൊട്ട് 10 വരെ. പ്ലീസ് റീഡ് ഇറ്റ്. 2 പത്രോസ് 1:5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയനം കൊണ്ടും, ആത്മസംയനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപരി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ഇവ ഇല്ലാത്തവൻ അന്ധനും ഉസ്രദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് എന്ന കാര്യം വിസ്മരിക്കുന്നവനും ആണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം ഉള്ളവർ ആയിരിക്കുകയും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. ഹല്ലേലൂയ. ഞാനിപ്പോ പറഞ്ഞ മുഴുവൻ കാര്യം എൻ്റെ അത്ര ആ 2 വാക്കിനകത്ത് ഇത് ഫുൾ ഇറ്റ് ഈസ് അണ്ടർലൈൻ ഇൻ ദിസ്. ഞാൻ അതിന് ഇംഗ്ലീഷിൽ ഒരു ഗുഡ് ന്യൂസ് ബൈബിളിലെ ഇംഗ്ലീഷ് വേർഷൻ കൂടെ ഒന്ന് വായിക്കാം, കേട്ടോ. ഫോർ ദിസ് വെരി റീസൺ ഡു യുവർ ബെസ്റ്റ് ടു ആഡ് goodness to your faith, and to your goodness add knowledge, to your knowledge add self-control, to your self-control add endurance, and to your endurance add godliness, to your godliness add Christian affection, and to your Christian affection add love. These are the qualities you need, and if you have them in abundance, they will make you active and effective in your knowledge of our Lord Jesus Christ. But if you do not have them, you are so short-sighted that you cannot see and have forgotten that you have been purified of your past sins. So then, my friends, try even harder to make God's call and his choice of you to a permanent experience. If you do so, you will never abandon your faith. ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവത്തിലേക്കുള്ള രൂപാന്തരത്തിലേക്ക് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജാണ് നമ്മളിത് ഈ പത്രോസിനകത്ത് ഈ ലേഖനത്തിനകത്ത് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇതെല്ലാം ഗുഡ്നെസ് വേണം തുടങ്ങാൻ. വാട്ട് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്? നമുക്കറിയാം ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് ഗുഡ്. ആ എല്ലാ ആത്മാവിന്റെ ഫലവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതാണ് ദൈവത്തിന്റെ ഗുഡ്നെസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത്, നമുക്ക് ഈ ഗുഡ്നെസ് നമ്മൾ നിറഞ്ഞ മക്കളാകുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെട്ടു വരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ വി ആർ ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നതും. നമ്മുടെ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മേഖലകളാണ്. പക്ഷെ അവിടെ ദൈവരാജ്യത്തിന്റെ ഫലം ഞാനും നിങ്ങളും പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗുഡ്നെസ്സിൽ ഞാനും നിങ്ങളും നിറയണം. എന്നെങ്കിൽ മാത്രമേ തിന്മയെ നന്മ കൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ട്, പക്ഷെ പരിജ്ഞാനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവരും നമ്മളുമായിട്ട് ഒരു വ്യത്യാസവും ഈ ലോകത്തിൽ വരത്തില്ല. പ്രധാനമായിട്ട് ഈ ലോകത്തില്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ നമുക്ക് എടുക്കാം. ഞാൻ വിശ്വസിക്കുന്ന ദൈവരാജ്യത്തിന്റെ മക്കളാണ് നമ്മള്. ഇറ്റ്സ് നോട്ട് ടെററിസം ദാറ്റ്സ് ദ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് പോവേർട്ടി അല്ല. ഇറ്റ്സ് നോട്ട് നമ്മൾ കാണുന്ന ഈവിളിന്റെ ഓരോ നോക്കിക്കുക, ഇതൊന്നും അല്ല ഇതിന്റെ മെയിൻ വിഷയം. ഇറ്റ് ഈസ് സിംപ്ലി ദ ലാക്ക് ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആ നന്മയും ആ കരുണയും സംസാരിക്കേണ്ടത് പ്രകടിപ്പിക്കേണ്ടതായ മക്കളാണ് നമ്മൾ, സഭയാണ് നമ്മൾ. ഇപ്പൊ സോബർ എന്നോട് എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അതേ നാണയത്തിൽ ഞാൻ പ്രതികരിക്കുന്നു. വൈ? അപ്പൊ എന്താ ഡിഫറൻസ്? ലോകത്തിലുള്ളവരും നമ്മളോട് വ്യത്യാസം എന്താ? ഒരു വ്യത്യാസവും ഇല്ല.
അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വളരെ കാര്യമായിട്ട് പറയുന്നത് ഗുഡ്നസ്സിൽ തുടങ്ങണം. ആ ഗുഡ്നസ്സിലാണ് വിശ്വാസത്തിനോട് ഗുഡ്നസ് ആഡ് ചെയ്യേ, അതിനോടുകൂടെ തന്നെ നിങ്ങൾ ഓരോന്നും നിങ്ങൾ നോക്കിക്കേ. നോളജ് ആഡ് ചെയ്യേ, നോളജിന്റെ കൂടെ സെൽഫ് കൺട്രോൾ, ആത്മസംയമനം, അതിനോടുകൂടെ തന്നെ എൻഡ്യൂറൻസ്, സഹിഷ്ണുത, ഇതെല്ലാം ഓരോന്നും ആഡ് ചെയ്ത് വർദ്ധിച്ചു വരും തോറും നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയാകത്തില്ല. വി വിൽ നോട്ട് ബി ഷോർട്ട് സൈറ്റഡ്. ആ കാഴ്ചപ്പാട് തന്നെ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ നമ്മൾ മാറും. എന്ന് വെച്ചാൽ നമ്മള് ദൈവരാജ്യത്തിലാണ്, ലോകത്തിലാണ് ജീവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് കർത്താവിന്റെ കണ്ണിൽ കൂടെ നമ്മൾ കാണാൻ തുടങ്ങും. ഏത് സാഹചര്യത്തെയും, ഈ ലോകത്തെയും, ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തെയും, ദൈവരാജ്യത്തിന്റെ മക്കളെ നിങ്ങൾക്കേ ഉള്ളു ഈ ജ്ഞാനം. ലോകത്തുള്ളവർക്ക് ദിസ് വിസ്ഡം ഇസ് നോട്ട് അവൈലബിൾ ഫോർ ദർ. അപ്പൊ നമ്മളിൽ ഇത് നിറയണം. നമ്മളിലൂടെ നിറഞ്ഞ് ഫലം ഉണ്ടാക്കി പുറത്തു വരുമ്പോഴേ ഈ ലോകത്തുള്ളവർ ഇത് കാണുകയും കേൾക്കുകയും രുചിച്ചറിയുകയും ചെയ്യും. ഇതാണ് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിട്ട്, കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതാണ് ദൈവരാജ്യത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ഇന്ന് എനിക്കും നിങ്ങൾക്കും അവൈലബിൾ ആണ്. കാരണം എന്നാ, ലോകക്കാർക്ക് കൊടുക്കാത്ത ഒരു ആത്മാവിനെ എനിക്ക് നിങ്ങൾക്ക് തന്നു. പുനരുത്ഥാനത്തിന് ദൈവത്തിന്റെ അതേ ആത്മാവിനെ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ആ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച് മനസ്സിൽ പ്രോസസ് ചെയ്ത് യു ഹാവ് ടു സ്പീക്ക് ഇറ്റ് ടു ദ വേൾഡ്. എന്നിലൂടെ ഫലമായിട്ട് വരികയും അത് ഞാൻ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദേ കൻ സീ വാട്ട് ഈസ് ദിസ്, ഈ ദൈവരാജ്യം എന്താണെന്ന് അവർക്കത് കാണാൻ പറ്റും, അവർക്ക് കേൾക്കാൻ പറ്റും, അവർക്ക് രുചിച്ചറിയാനും പറ്റും. സോ ദാറ്റ് വിൽ ടേൺ ദം ഫോർ റിപ്പൻറ്റൻസ്. നന്മയും കരുണയും മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കാൻ ഉപകരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഇതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ആത്മാവിന്റെ ഫലം നിങ്ങൾ നോക്കിക്കുക. All the fruit of the spirit will only grow in a soil of a bad situation. അതാണ് അതിന്റെ ഫൗണ്ടേഷൻ. എല്ലാ ആത്മാവിന്റെ ഫലവും ഒരു മണ്ണ്, ഇറ്റ്സ് എ ബാഡ് സോയിൽ, അതിനകത്ത് മാത്രമേ ഈ ഓരോ ആത്മാവിന്റെ ഫലവും വളരുകയുള്ളൂ. ആ സോയിൽ എന്തോ നമ്മുടെ സിറ്റുവേഷൻസ് ആണ്. ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻ ആണ് ഇത് സോയിൽ. അപ്പോ ഫോർ എക്സാമ്പിൾ, the fruit called kindness, ദയ എന്ന് പറയുന്ന ആ ഒരു ഫലം will only mature, പക്വത വരുന്നത് എപ്പോഴാ? in a situation when someone is unkind towards you. അല്ലെ? ഒരാള് ഒരു ക്ഷമയോ ഒന്നും ഇല്ലാതെ, ദയൊന്നും ഇല്ലാതെ എന്നോട് പ്രതികരിക്കുമ്പോഴാണ്, എന്നോട് ഒന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കിക്കോണം, ദിസ് ഈസ് an opportunity. എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടുകയാണ്. എന്തിന്? ദയ എന്ന ഫലം പക്വതയെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ മക്കൾ ആദ്യം അത് മനസ്സിലാക്കണം. കാരണം the fruit of the spirit called kindness will only mature in a soil of an unkind situation. അപ്പൊ ദൈവം അത് മനഃപൂർവ്വം അലൗ ചെയ്യും. അവിടാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അലൗ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും മനസ്സിലാക്കണം, God in his wisdom, he will allow certain situations to come into your life which he can easily prevent by his power. അത് മനസ്സിലായി. കാരണം നിങ്ങളാൽ താങ്ങാനാകാത്ത ഒന്നും ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് താങ്ങാൻ കഴിയേണ്ടതിന് എല്ലാ സിറ്റുവേഷനും കൂടെ ഒരു പോക്ക് വഴി വെച്ചേക്കും. ഈ പോക്ക് വഴി എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഒരു നേച്ചർ. അപ്പൊ സാഹചര്യം വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സാഹചര്യം വരുന്നത് ഈ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ ഒരു നേച്ചർ എനിക്ക് വെളിപ്പെടുത്തി തരാനും, ആ നേച്ചർ ഞാൻ കാണുകയും അത് ചിന്തിക്കുകയും അതിനെ മെഡിറ്റേറ്റ് ചെയ്യുകയും അത് ഞാൻ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ നേച്ചർ എൻ്റെ നേച്ചറായി മാറുമ്പോൾ അത് എന്നിലൂടെ ഫലം പുറത്തു വരാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു സാഹചര്യം എന്നെ നിങ്ങളെ തളർത്താനോ താഴ്ത്താനോ അല്ല. നോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അപ്പൊ അനുഭവിക്കുന്ന ഒരു സാഹചര്യം എടുത്തു വെച്ച് കർത്താവിനോട് തന്നെ, ദൈവത്തോട് തന്നെ ചോദിച്ചു നോക്കണം, which fruit of the spirit are you teaching me through this? ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മളെല്ലാം ഈ ഗ്രേസ് നമ്മൾ പ്രസംഗിച്ചൊക്കെ നമ്മള് യേശുവിന്റെ ഒരു സിറ്റുവേഷൻ വന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ.
അത് മാറിപ്പോട്ടെ, നീങ്ങിപ്പോട്ടെ. യെസ്, അത് നീങ്ങിപ്പോവും. ബട്ട് when God is teaching you authority and power, that happens. ഒരു ദൈവം നിങ്ങളെ അതോറിറ്റിയും ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ നാമത്തിന്റെ പവറും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു സാഹചര്യത്തോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നീങ്ങിപ്പോട്ടെ, ഇറ്റ് ഷിഫ്റ്റ്സ്. സപ്പോസ് God is teaching you in that situation endurance, സഹിഷ്ണുത. അപ്പൊ എന്ത് ചെയ്യും? യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങൾ ഇരുന്നും നിന്നും ചവിട്ടിയും ഉരുട്ടിയും പിടിച്ചാൽ ഇത് പോകുമോ? അവിടെയാണ് നമുക്ക് that's the area we have to understand. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസം മാത്രമല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. സോ ദൈവം പല നേച്ചർ ഉള്ള ഒരു ദൈവമാണ്, പല ഐഡന്റിറ്റി ഉള്ള ദൈവമാണ്. ദൈവത്തിന് ഈസ് ലവിങ്, ഈസ് റെസ്റ്റ്ഫുൾ, ഈസ് പീസ്ഫുൾ, ഈസ് ഫെയ്ത്ത്ഫുൾ, ഈസ് ഒബീഡിയന്റ്, ഈസ് ജെന്റിൽ, ഈസ് കൈൻഡ് ആൻഡ് ഈസ് ഗോട്ട് സെൽഫ് കൺട്രോൾ. ഇപ്പൊ ഇത് ഓരോ വ്യക്തിത്വവും ദൈവം വിവിധ സാഹചര്യങ്ങളിൽ കൂടെ എന്നെ നിങ്ങളെയും വെളിപ്പെടുത്തി തന്ന് അത് ഓരോന്നും എന്റെ നേച്ചറായി മാറണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ക്രിസ്തു പരിപൂർണനാണ്. കാരണം പിതാവിന്റെ സകല മഹത്വവും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു അന്ന് എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് വിത്തായിട്ടായിരിക്കുന്നത്, ഓരോന്നും വിത്തുകളായിരിക്കുന്നു. അപ്പൊ അത് ഓരോന്നും എന്റെ നേച്ചറായി മാറണമെങ്കിൽ ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവം സഹിഷ്ണുത പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പെർസിവറൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോണം, ചില സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പെട്ടെന്ന് നീങ്ങിപ്പോകത്തില്ല. നമ്മൾ എത്രല്ല ഉരുട്ടിയിട്ട് പിടിച്ചാലും നീങ്ങിപ്പോകത്തില്ല. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം, നോ, God is teaching me not authority, God is not teaching me about power, God is teaching me about endurance and perseverance. അതിനെ സഹനശീലത്തോടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം എന്നെ പരിശീലനമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, every situation in your life is a training and a testing ground. അത് നിങ്ങളുടെ പരിശീലനമായ ഒരു ഗ്രൗണ്ടുമാണ്. അത് മാത്രമല്ല, നിങ്ങളെ അത് ടെസ്റ്റ് ചെയ്യും. എന്തിന്? ടെസ്റ്റിങ്ങിൽ കൂടെ നമ്മുടെ ഫലമായി നമ്മുടെ ഫസ്റ്റ് നേച്ചറായിട്ട് അത് മാറുകയുള്ളൂ. അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ നീണ്ടുപോകും, പ്രൊലോങ് ചെയ്യും. നിങ്ങൾ തിരിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് ഇപ്പൊ വിഷയം കിട്ടും, ഇപ്പൊ അതിന് ആൻസർ കിട്ടും, ഇപ്പൊ ആൻസർ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്താ വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഒരാഴ്ച, രണ്ടാഴ്ചയായി, മൂന്നാഴ്ചയായി, നാലാഴ്ചയായി, ഇവൻ അനങ്ങുന്നേ ഇല്ല, അനങ്ങാ പാറയായിട്ട് ഇറ്റ് ഇസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ജസ്റ്റ് ലൈക്ക് എ മൗണ്ടൻ ഇസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ബിഫോർ യു. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കും. എന്നിട്ട് പറയും, ഈ ദൈവത്തെ നമ്മൾ ഇട്ടേച്ചു, ഓ ഇതൊന്നും നടക്കുന്നില്ല, ഇത് വചനത്തിൽ എഴുതി വെച്ചേക്ക്, ഇതൊന്നും എന്റെ ദിവസം നടക്കത്തില്ല. നോ നോ നോ, വചനത്തിൽ എഴുതിയതെല്ലാം നടക്കും, നടന്നു കഴിഞ്ഞത് വേണം, നടത്തിയവനാ എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സാഹചര്യത്തെ നോക്കാതെ അവിടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സി, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യവും ക്രിസ്തുവിലാണ്. സോ ബ്രിങ് ക്രൈസ്റ്റ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ദ സിറ്റുവേഷൻ. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത്? അതാ എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള റിജോയ്സ്, ഗിവ് താങ്ക്സ് ഇൻ എവറിത്തിങ്. അവിടാണ് ഇതിന്റെ റിജോയ്സിങ്, താങ്ക്സ് ഗിവിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം നിങ്ങൾ ഏത് സാഹചര്യത്തിനും നടുവിലും നിങ്ങൾ റിജോയ്സ് ചെയ്യുമ്പോഴും നന്ദി കരയേറ്റുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ സാഹചര്യത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് യു ആർ ഫോക്കസിങ് ഓൺ ദ ക്രൈസ്റ്റ് ഹു ഈസ് ഇൻസൈഡ് യു. സോ യു ആർ ഷിഫ്റ്റിംഗ് യുവർ മൈൻഡ് സെറ്റ് ഫ്രം യുവർ സിറ്റുവേഷൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഇതൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം നിങ്ങളെ ക്രിസ്തുവിനകത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു നമ്മളിലുമാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വരാമെങ്കിൽ സാഹചര്യത്തിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ എന്നെ നിങ്ങളെ ഈ പ്ലേസ്മെന്റിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണം. ഈ പ്ലേസ്മെന്റിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നാലേ സാഹചര്യം കൊണ്ടുവരുന്ന നെഗറ്റീവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യത്തുള്ളൂ. എപ്പോഴും ആ നെഗറ്റീവ് ഫോക്കസ് ചെയ്യുമ്പോൾ പോക്ക് വഴി നിങ്ങൾ കാണത്തില്ല. അപ്പൊ നിങ്ങൾ പറയും, ഓ ഞാൻ ബലഹീനത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എവറി സിറ്റുവേഷൻ ഹാസ് ഗോട്ട് എ വോയിസ്. എല്ലാ സാഹചര്യവും നിങ്ങളോട് സംസാരിക്കും. പഴയ നിമിത്തം നമ്മൾ നോക്കിയാൽ അറിയാം,
ഗോലിയാത്ത് നമുക്കറിയാം. ഗോലിയാത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരുണ്ട് ഇസ്രായേലിലെ ഒരുവനേലും കൊണ്ട് എന്നെ ജയിക്കാൻ പറ്റിയത്? എല്ലാരും വെല്ലുവിളിക്കുക, നിങ്ങളെല്ലാം ഞാൻ കൊന്ന് കഴുകനിട്ട് കൊടുക്കും അവർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഗോലിയാത്തിന്റെ സൈസ് കണ്ടപ്പോ തന്നെ എല്ലാവരും പേടിച്ചു പോയി. സോളും സകലമാനവരും പേടിച്ചു പോയി. സോ ദ സിറ്റുവേഷൻ ഇസ് ഓൾവേസ്, അത് നമ്മളിലേക്ക്, നമ്മുടെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാം. സിറ്റുവേഷൻ ഇസ് ഓൾവേസ് സ്പീക്കിംഗ്. ഒരു നെഗറ്റീവ് വോയിസ് എപ്പോഴും സംസാരിക്കും. നീ ബലഹീനനാ, നിനക്ക് ശക്തിയില്ല, നിനക്ക് ഇതിനെ താങ്ങാൻ പറ്റത്തില്ല, ഇത് നീ വെട്ടുക്കിളി പോലെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റിയെടുക്കണം. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടിവിച്ച് വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കണ 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ. പക്ഷെ യോർദാൻ നദി കഴിഞ്ഞ് അക്കരെ കയറിയാൽ അവിടെ മല്ലന്മാരുണ്ട്, യുദ്ധത്തിന്റെ ആയുധം തന്നെ മാറും. കാരണം ഇവർക്ക് ഒട്ടകമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് രഥങ്ങളും ഉണ്ട്, കുതിരകളും ഉണ്ട്, അവരുടെ വെപ്പൺസും ഡിഫറെന്റാ. അവരുമായിട്ട് ഈ ബോണ്ടേജിൽ ഇരുന്ന ഇത്രയും നാളും അടിമത്തത്തിൽ ഇരുന്നവരുടെ മൈൻഡ് സെറ്റ് ഒരു യോദ്ധാവിന്റെ മൈൻഡ് സെറ്റിലേക്കല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് കർത്താവിനറിയാം ഇവരെ ഇപ്പുറത്ത് കയറ്റി അവർ അപ്പോഴേ തിരിച്ചു ഓടിപ്പോകുന്നറിയാം. സോ ഗോഡ് ഹാഡ് ടു ഡീൽ വിത്ത് ദം ഫോർ 40 years. 40 വർഷക്കാലം ദൈവം അവരെ ഈ മരുഭൂമിയിൽ ഇങ്ങനെ വട്ടം കറക്കി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു. അത് റീവൈൻഡ് ടു അസ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ന്യൂ കവനന്റ് വന്ന് നമ്മളിലേക്ക് കൊണ്ടുപോകാം. നമ്മളിന്ന് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിന് എൻ്റെ കാഴ്ച മാറണം, എൻ്റെ സാഹചര്യത്തെ കാണുന്ന രീതിയെ മാറണം, എൻ്റെ മൈൻഡ് സെറ്റ് ചിന്തിക്കുന്ന രീതി മാറണം, എൻ്റെ സംസാരവും മാറണം, എൻ്റെ റെസ്പോൺസും മാറണം. ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ലോകത്തിൽ നിന്ന് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോൾ ഔട്ട്ലുക്കെ ദൈവം മാറ്റിയെടുക്കണം. അത് മാറ്റാതിരിക്കാൻ വേണ്ടി സാഹചര്യം എപ്പോഴും കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വോയിസ് സംസാരിക്കും. യു കനോട്ട് ഡു ഇറ്റ്, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, സോദരന് പറ്റത്തില്ല, ഇത് സോദരനെ കൊണ്ടേ പോത്തുള്ളൂ, ഇങ്ങനെ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ നടുവിൽ ഈ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ ഫോക്കസ് ചെയ്താൽ, ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ് വാട്ട് യു ഫോക്കസ് യു ഗിവ് പവർ ടു ദാറ്റ്. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്താൽ യു ആർ ഗിവിങ് പവർ ടു ദാറ്റ്. അപ്പൊ അവിടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ദൈവം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഏത് സാഹചര്യത്തിന് നടുവിൽ എന്തെല്ലാം ആയിക്കോട്ടെ, ഒരു നാളും കൈവിടാത്ത ഒരു ദൈവം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ ഉള്ളിലൊരു ദൈവം. അപ്പൊ ഹൗ ടു സീക്ക് ദ ലോർഡ് who never leaves you or forsake you. നിങ്ങളെ ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവത്തെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നത്? യു സീക്ക് ഹിം ഇൻ ദ സിറ്റുവേഷൻ യു ആർ ഇൻ. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നത്? നന്ദി കരയറ്റുക. കർത്താവേ, എന്നെ ഇത്രയും നാൾ നടത്തിയതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ നന്ദി കരയറ്റുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഈ നെഗറ്റീവ് സിറ്റുവേഷനിൽ ഫോക്കസ് നമ്മൾ മാറുമ്പോൾ യു ആർ ഫോക്കസിങ് അഗെയിൻ ഓൺ ക്രൈസ്റ്റ്. ഇതെല്ലാം ബേസിക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. യു ആർ ഫോക്കസിങ് ഓൺ ഇറ്റ്. ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തുനിന്ന് നമ്മൾ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം വലിയൊരു ആത്മാവിന്റെ ഫലം അവിടെ വെച്ചിട്ടുള്ളത്. ദാറ്റ്സ് കോൾഡ് സെൽഫ് കൺട്രോൾ, ആത്മസംയമനം. ആ ഒരു ഫലം നിങ്ങൾ നോക്കിയാൽ എല്ലാ ആത്മാവിന്റെ ഫലം. അപ്പൊ സാഹചര്യവും സംസാരിക്കുന്നുണ്ട്, പക്ഷെ സാഹചര്യത്തിന് നടുവിലും യേശുവും സംസാരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ വോയിസ് ഓഫ് ദ ലോർഡ്? അതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ഗലാത്യയിലേക്ക് നിങ്ങൾ വായിച്ചാൽ നോക്കുക, വോയിസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ദൈവം സംസാരിക്കുന്ന രീതി നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു വാക്യം എടുക്കുക, ബി ഹോളി ആസ് ഐ ആം ഹോളി. വിശുദ്ധരായിരിക്കുവിൻ, ഞാൻ വിശുദ്ധനായതുപോലെ. ആ വോയിസിനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളത് കേൾക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി. ഞാൻ വേണേ അത് 2 ടോണി ഞാൻ പറയാം. ബി ഹോളി ആസ് ഐ ആം ഹോളി. അതൊരു കമാൻഡ്മെന്റ് ആയിട്ട് വരും, ഇല്ലേ? ഒരു കർക്കശനായ ഒരു ദൈവം സംസാരിക്കുന്ന പോലെ തോന്നും. ബി ഹോളി ആസ് ഐ ആം ഹോളി. അതേസമയം വേറൊരു ടോണിൽ അത് കേട്ടെ, ബി ഹോളി ആസ് ഐ ആം ഹോളി. See the difference in the voice. That is a benediction. അതൊരു ബെനഡിക്ഷൻ ആയിട്ട്. അപ്പൊ ദൈവം എപ്പോഴും സാഹചര്യം സംസാരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത്. ആ
മൃദുല സ്വരത്തിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരം നമ്മുടെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സ് വരുന്ന സിറ്റുവേഷൻ ഞാനും നിങ്ങളും മാറണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എല്ലാറ്റിലും നന്ദി കരേറ്റ്. റിജോയ്സ്, പ്രേ വിത്തൗട്ട് സീസിങ്, എവറിത്തിങ്. എല്ലാ സാഹചര്യത്തിലും, എന്ത് സാഹചര്യത്തിലും നടുവിൽ നിങ്ങൾ നന്ദി കരേറ്റാൻ പറയുമ്പോൾ യു ആർ ടേക്കിംഗ് യുവർ മൈൻഡ്, യുവർ ഫോക്കസ് away from the situation and you're focusing to what Jesus is speaking inside you. ഈ മോഡലാണ് യേശു നമുക്ക് കാണിച്ചത്. പക്ഷെ നമുക്കറിയാം, ദൈവമായിരുന്നിട്ടും ദൈവികത്വം വെടിഞ്ഞ് പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവവും തന്നെ അതേസമയം ഭൂമിയിൽ വന്ന് പിതാവുമായിട്ട് ആ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചു. അപ്പൊ യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്റെ പിതാവ് എന്ത് കാണുന്നോ അത് ഞാൻ കാണുന്നു, എന്റെ പിതാവ് എന്ത് സംസാരിക്കുന്നോ അത് സംസാരിക്കും, എന്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ദൈവം നമുക്ക് കാണിച്ചു. ഇന്ന് പുതിയ ഉടമ്പടിയുടെ മക്കളായ നമ്മള് ആ യേശു എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ പിതാവ് നമ്മളെ ഓരോരുത്തരെയും കാണുന്നത് യേശുവിൽ കൂടെ എന്നെ നിങ്ങളെ കാണുന്നു. കാരണം നിങ്ങളുടെ പഴയ മനുഷ്യനെ ദൈവം ക്രൂശിൽ മരിപ്പിച്ചു, അടക്കി. ഇന്ന് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ യേശുവിന്റെ കണ്ണിൽ കൂടെ പിതാവ് നമ്മളെ കാണും. അപ്പൊ യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതേ തലത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പിതാവ് യേശുവിനോട് സംസാരിക്കുന്നുണ്ട്, യേശു നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ യേശു നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ സാഹചര്യത്തിന് നടുവിൽ എന്ത് സംസാരിക്കും നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ the first thing you have to come back to stillness. ഒരു സ്വസ്ഥതയിലേക്ക് നിങ്ങൾ വരണം. അല്ലെങ്കിൽ ഈ നെഗറ്റീവ് സാഹചര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ സ്വസ്ഥതയിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ ആത്മാവിന്റെ ഫലമാകുന്ന സെൽഫ് കൺട്രോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളരെ പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നന്ദി കരയറ്റുമ്പോൾ, ഒരു സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ, ഒരു റെസ്റ്റിലും വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇസ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്, നോട്ട് ഓൺ ദ ഫ്ലഷ്. ജഡത്തിലല്ല മനസ്സ് വെക്കുന്നത്. കാരണം ജഡത്തിൽ മനസ്സ് വെക്കുമ്പോൾ ഭയമ്, ചിന്താകുലമാണ് നമ്മൾ വരുന്നത്. അതേസമയം മനസ്സ് നമ്മൾ ആത്മാവിലേക്ക് സെറ്റ് ആകുമ്പോൾ, നന്ദി കരയറ്റുമ്പോൾ, ഒരു റെസ്റ്റ്, ഒരു സ്വസ്ഥതയിൽ, ഒരു സമാധാനത്തിലേക്ക് വരുമ്പോൾ യു ക്യാൻ ഹിയർ ദ ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 2, 3, 4 സ്റ്റേജസ് ആയിട്ട് വേണം ഇത് കുറച്ചുകൂടെ പ്രായോഗിക തലത്തിൽ നമുക്ക് വേണം ഇത് കൊണ്ടുവരാം. ഒരിക്കൽ ഞാൻ പറഞ്ഞത്, എന്നാൽ അതിന്റെ ഒരു ഇച്ചിരൂടെ ഹയർ ലെവലിൽ ഞാനിത് പറയാം. എല്ലാ സാഹചര്യവും നിങ്ങളുടെ ടെസ്റ്റിംഗ് ആണ്, നിങ്ങളുടെ പ്രൂവിങ് ഗ്രൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന സാഹചര്യം നിങ്ങളുടെ മുന്നോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വരണം, ദിസ് ഇസ് എ ടെസ്റ്റ്. ദൈവത്തിന്റെ ഒരു നേച്ചർ എന്റെ ഉള്ളിൽ പക്വതയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ടെസ്റ്റ് ആണെന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓൾറെഡി ദൈവം അതിന്റെ ഉത്തരം തന്നു കഴിഞ്ഞു. ടെസ്റ്റ് എന്തിനാ? പുത്രന്റെ തികവോളം എന്നെ പണിയുക. അപ്പോ തകർക്കാനുമല്ല തളർത്താനുമല്ല. സോ യു ഓൾറെഡി റിസീവ് ദ ആൻസർ. ആ സാഹചര്യത്തിനകത്ത് നിങ്ങളുടെ ഉത്തരം ഓൾറെഡി മുന്നമേ ദൈവം തന്നു കഴിഞ്ഞു. എന്താ? ഈ ടെസ്റ്റിൽ കൂടെ നിന്നെ തികവുള്ളവരും പക്വതയും പരിപൂർണനുമാക്കി രൂപാന്തരപ്പെടുത്താനാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 75% മനസ്സമാധാനത്തോടെ ഇതിനെ ഫേസ് ചെയ്യാം. കാരണം ഇത് തന്നെ തകർക്കാനുമല്ല തളർത്താനുമല്ല, മറിച്ച് തന്നെ ആത്മീയ മണ്ഡലത്തിൽ പക്വതയിലേക്ക് വളർത്താനാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത്, ഫൈൻഡ് ദ ജോയ് ഇൻ ദ ടെസ്റ്റ്. ഫസ്റ്റ് ഫൈൻഡ് ദ ജോയ്. അപ്പൊ ജോയ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകും. ജോയ് ഈസ് ഹൂ ഗോഡ് ഈസ്. കാരണം സ്വർഗത്തിൽ സന്തോഷമേ ഉള്ളൂ. എപ്പോഴും ആരാധന, സന്തോഷത്തിന്റെ ഒരു മേഖലയാണ്. അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന സന്തോഷം, യേശു പറഞ്ഞു, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണം. അപ്പൊ ആ സന്തോഷം ഞാൻ എന്റെ സാഹചര്യത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നതിന്റെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാ? ഐ ഹാവ് ടു സ്റ്റാർട്ട് റിജോയ്സിങ് ആൻഡ് ഐ ഹാവ് ടു ഷോ ആക്ട്സ് ഓഫ് റിജോയ്സിങ്. അപ്പൊ എന്റെ ഒരു പ്രവൃത്തി അതിനകത്ത് വരണം. അതാണ് സ്റ്റാർട്ട് റിജോയ്സിങ്. നന്ദി കരേറ്റ് ആരാധിക്കുകയും ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പൻ? ഐ എം ഷോയിങ് മൈ acts of love and acts of rejoicing. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് പ്രത്യുപകാരമായിട്ട് ഞാൻ നന്ദി കരയറ്റുമ്പോൾ, ഞാൻ എന്നെ തന്നെ അതിനകത്ത് സമർപ്പിക്കുമ്പോൾ ഐ എം ഷോയിങ് an act of it. അതുകൊണ്ടാണ് അന്നേരത്താണ് നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും, നിങ്ങളൊരു സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ. കാരണം ഉള്ളിലുള്ളത് സമാധാന പ്രഭുവാണ്. ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരും. അപ്പൊ the fruit of the spirit called self-control always helps you not to get out of control of the situation. കാരണം എല്ലാം നിങ്ങൾ നോക്കിയാണ്,
ലവിൽ തുടങ്ങി, സ്നേഹത്തിൽ തുടങ്ങി ഏറ്റവും അവസാനത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ, ആത്മസംയമനം. ദാറ്റ് ഈസ് ദ ട്രങ്ക് ഓഫ് ഇറ്റ്. അതാണ് അതിന്റെ തടി, മെയിൻ ട്രങ്ക് എന്ന് പറയുന്നത് അതിന്റെ തടി. ബാക്കി എല്ലാ ബ്രാഞ്ചസ് ആയിട്ട് അതിന് ചുറ്റും ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് സെൽഫ് കൺട്രോള്. നമ്മൾ വായിച്ച സ്ക്രിപ്ചർ നമ്മൾ വായിച്ചു, ഇപ്പൊ നമ്മൾ കേട്ടു ആത്മസംയമനം. അതിലേക്ക് ആ ദൈവം കൊണ്ടുവരുന്നത്. കാരണം ഏത് സാഹചര്യത്തിന് നടുവിലും മുമ്പാണ് നമ്മൾ പൊട്ടിത്തെറിക്കും. ഇപ്പൊ സോബർ എന്നോടൊന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടിക്കും. കാരണം ഐ എം ഗെറ്റിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ആ കൺട്രോളിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോ എങ്ങനെ നമുക്ക് പ്രായോഗിക തലത്തിൽ നമ്മളെ ദൈവം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. നമുക്കെല്ലാം അറിയാം. ടി വി നമ്മൾ ഓൺ ചെയ്തു, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പൊ എല്ലാം റിമോട്ടാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്തോ, യു പ്രസ് ദ പോസ് ബട്ടൺ അല്ലേ? തലേന്ന് കുരുക്കല്ലേ, ഞാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒന്ന് പോസ് ബട്ടൺ ഇട്ടേച്ച് യു അറ്റൻഡ് ടു ദ കോൾ. കോൾ കഴിഞ്ഞിട്ട് ദെൻ അഗൈൻ യു റീപ്രസ് അല്ലേ, ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ യു ഹിയർ ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ ദേഷ്യം കൊണ്ടാകുന്ന ഒരു സോയിൽ, ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും സോബറിനെ പറയാ കേട്ടോ, പ്ലീസ് ബെയർ വിത്ത് മീ. ദേഷ്യപ്പെട്ടൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് when you depend upon the Holy Spirit will use you as a pause button. അപ്പൊ ഈ സെൽഫ് കൺട്രോൾ എന്നുള്ള ആ ഒരു ഫലത്തെ ഒരു പോസ് ബട്ടൺ ആയിട്ട് നമുക്ക് ഒന്ന് ഞെക്കും. ഒരു നിമിഷം ഒന്ന് പ്രതികരിക്കാതെ, മുമ്പ് പ്രതികരിച്ചത് ഇൻസ്റ്റന്റേനിയസ് ആയിരുന്നു. അവിടുന്ന് വരുന്ന തീരുന്നതിന് മുമ്പേ ഇവിടുന്ന് വെച്ച് അങ്ങോട്ട് വിടും. കാരണം രണ്ടുപേരും കൂടെ കൂട്ടയടിയാകും. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ കൂടെ ഇത് സിറ്റുവേഷൻ ഞങ്ങൾ മെസ്സപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ദൈവരാജ്യത്തിലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് പിന്നെ തിരിച്ച് നമ്മൾ വരും. ദാറ്റ്സ് ദ ബിഗിനിങ്. അപ്പൊ ഈ ആത്മാവിന്റെ ഫലത്തിന്റെ പക്വതയിലേക്ക് നമ്മൾ വരും തോറും എത്ര പറഞ്ഞാലും നമ്മളൊരു പോസ് അവിടെ ഇടും. സെൽഫ് കൺട്രോൾ വരുമ്പോൾ ആരും ഒന്ന് റിമോട്ട് ഇട്ട് ഒന്ന് കണ്ണടച്ച് മിണ്ടാ അവിടെ നിൽക്കുക. ആ സമയം കൊണ്ട് when you grow in this fruit of the spirit, ഇതാണ് ഒന്ന്. ആ സ്ക്രിപ്ചർ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ജെയിംസിന്റെ 1:19. എന്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. നമുക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഓ, ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു റൺ. വളരെ നല്ല വാക്യമാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണ സ്വല്പം പ്രയാസപ്പെടും ഇത്. യു ഹാവ് ടു ക്വിക്ക് ടു ലിസൺ. ആ കേട്ട മാതിരി സ്വിച്ച് ഇടണം. യു ഹാവ് ടു പ്രസ് ദ സെൽഫ് കൺട്രോൾ ബട്ടൺ ദെയർ. ഒരു നിമിഷം ആ സാഹചര്യത്തെ നോക്കാൻ യു ജസ്റ്റ് പ്രസ് ദ ബട്ടൺ ദെയർ. അല്ലെ നാവിനെ കടിഞ്ഞാണ്, വായ അടച്ചങ്ങ് പിടിക്കും. അതെല്ലാം ഒരു ആത്മസംയോജനം വരാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഇനിയുള്ള നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പ്രായോഗിക തലത്തിൽ എന്നെ കൊണ്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു തരിക. പെട്ടെന്ന് പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഇല്ല, നിങ്ങളെ കൊണ്ട് തന്നെ പറ്റത്തില്ല. ബട്ട് ഓൾവേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് യു കൻ ഓൾവേസ് ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സെൽഫ് ആ പോസ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഒരു നിമിഷം ഒന്ന് നിങ്ങളത് മിണ്ടായിരിക്കും. ജസ്റ്റ് ആ ഒരു 1 minute or 2 minutes നിങ്ങൾ ഒന്ന് അനങ്ങായിരിക്കുമ്പോൾ യു വിൽ ഹാവ് ദ മൈൻഡ് സെറ്റ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പ്രതികരിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും. ആ പോസ്റ്റ് സമയത്ത് നിങ്ങൾ കിട്ടും. വിടണ്ടാണ് വിട്ടേക്കുക, അല്ലെങ്കിൽ വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ സേ ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. അപ്പൊ ഒരു ദൈവത്തിന്റെ വിസ്ഡം കിട്ടി അതിനെ റെസ്പോണ്ട് ചെയ്യാതെ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും. ദിസ് ഇസ് എ വേ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ആ ഒരു സ്ക്രിപ്ചർ നിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കേണ്ടായ പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രായോഗിക തലത്തിൽ ഇത് കൊണ്ടുവരണം. ഈ സ്ക്രിപ്ചർ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരും തോറും അത് എന്റേതായി മാറി ആ വചനം എൻ്റെ ഉള്ളിൽ ജീവന്റെ വചനമായി മാറുമ്പോഴേ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് ഞാൻ വരത്തുള്ളൂ. എന്ന് സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ്. അല്ലെങ്കിൽ
ഞാനും ലോകത്തുള്ളവരുമായിട്ട് എന്താ വ്യത്യാസം? ദൈവമക്കളാ നമ്മള്, ദൈവം സ്നേഹിക്കുന്ന, ദൈവം അവരെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടാണ്. So God allows in his wisdom certain situations to come against you, which he can easily prevent by his power, but he uses every situation as your training and your proving ground. അപ്പൊ ഇങ്ങനെ ഓരോ സാഹചര്യത്തെയും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോ ചില സമയത്ത് ദൈവം നമ്മളെ പവർ ആൻഡ് അതോറിറ്റി ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ദാറ്റ് ഇസ് ബൈ ലേണിംഗ്. ഏത് സാഹചര്യം മുന്നേ വരുമ്പോഴും ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങൾ ഒന്ന് ക്വയറ്റൻ ചെയ്തിട്ട് ലിസൺ ടു ദ ലോർഡ്. കർത്താവേ, അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട്. യു ആർ ഇൻ മീ ആൻഡ് ഐ എം ഇൻ യു. അങ്ങനാണെങ്കിൽ അങ്ങയുടെ കണ്ണിൽ കൂടെ കാണാൻ എന്നെ ഒന്ന് പരിശീലിപ്പിച്ചാട്ടെ. ഇറ്റ്സ് എ ഫ്യൂ സെക്കൻഡ്. ഇതൊക്കെ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. നിങ്ങൾ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി ബ്രിങ് ദീസ് തിങ്സ് ഇൻ ടു ദ സിറ്റുവേഷൻ. കർത്താവെ, അങ്ങ് എൻ്റെ കൂടെ ആണെങ്കിൽ ഈ സാഹചര്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അങ്ങയുടെ കണ്ണിൽ കൂടെ എന്നെ കാണാൻ പരിശീലിപ്പിച്ചാട്ടെ. സോ യുവർ ഐസൈറ്റ് വിൽ ബി. കണ്ണ് കണ്ടിട്ടില്ല, പക്ഷെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുള്ളതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കണ്ണിൽ കൂടെ ആ സാഹചര്യത്തെ കാണാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കും. അത് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സെൽഫ് കൺട്രോൾ പോസ് ബട്ടൺ ഞെക്കേണ്ടി വരും. സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ. ആ സാഹചര്യത്തിന്റെ കൺട്രോൾ വിട്ടു പോകാതെ കൺട്രോളിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമ്പോൾ പിന്നെ ആ യേശു കാണിക്കുന്നതിന് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കത്തില്ല. ഒരു ഉദാഹരണം, സോ ബ്രദർ എന്നോട് പ്രതികരിക്കുമ്പോൾ എനിക്കറിയാം സോ ബ്രദർ തെറ്റാണത്. അപ്പോ അങ്ങനെ വിട്ടാൽ ഒക്കത്തില്ലല്ലോ. ഇപ്പൊ ലോകക്കാരാണ് നമ്മൾ പറയും, എന്നാലും നീ എന്നെക്കാട്ടി മോശം, നീ ഇന്നാളി അങ്ങനെ ചെയ്തില്ല എന്നോട്. നമ്മൾ ഓരോന്ന് പഴയ പാസ്റ്റ് എക്സ്പീരിയൻസ് എടുത്തു വെച്ച് നമ്മൾ തിരിച്ചങ്ങ് ഇതിനെ ആരോ പോലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് രണ്ടുപേരും ഒച്ച കൂടുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പോൾ വെൻ യു ആർ ക്വിക്ക് ടു ലിസൺ ആൻഡ് സ്ലോ ടു സ്പീക്ക്, സംസാരിപ്പാൻ സാവധാനം നാവിന്മേൽ കടിഞ്ഞാനിട്ട് പരിശുദ്ധാത്മാവ് കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ അതേ സാഹചര്യത്തെ നിങ്ങൾ യേശുവിന്റെ കണ്ണിൽ കൂടെ കാണാൻ നോക്കുമ്പോൾ മനസ്സ് അപ്പോഴും സമ്മതിക്കത്തില്ല. ഇവിടെ കണ്ടു, പക്ഷെ മനസ്സ് പറയും, എന്നാലും ഇത് ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. അതൊക്കത്തില്ലല്ലോ. അങ്ങനെ വിട്ടുകൊടുത്താൽ അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി പുള്ളി എന്റെ തലയിൽ കയറും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ്, ലോകത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന മൈൻഡ് സെറ്റ് അതാ. നമ്മൾ താന്നു കൊടുത്താൽ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നരകും. ഇങ്ങനല്ലേ നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. ഒരാളെ വിട്ടുകൊടുത്താൽ അയാൾ തലയിൽ കയറിയിരുന്ന് നരകും. ആരാ പറഞ്ഞത്? ലോകത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാ. അത് ലോകത്തിന്റെ ഇൻഫർമേഷനാ. ദൈവരാജ്യം അതല്ല. തിന്മയെ തിന്മ കൊണ്ട് എതിർക്കരുത്, തിന്മയെ നന്മ കൊണ്ട് എതിർക്കണം. കാരണം ഒരു ആത്മാവിന്റെ ഫലത്തിനും എതിരെ ഒരു ദുഷ്ടശക്തിക്ക് ഒരു ശക്തിയും ഇല്ല. അപ്പൊ ഒരു പോയിന്റ് ഓഫ് എ സെക്കൻഡിൽ, ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് നമ്മൾ ഇത് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബൈ റിപ്പീറ്റഡ് ട്രെയിനിങ് അത് എൻ്റെ ഒരു ജീവിത ശൈലിയായി മാറുമ്പോൾ എത്ര പ്രതികരിച്ചാലും ഞാൻ പോസിറ്റ് അവിടെ നിൽക്കും. ഐ സ്റ്റാർട്ട് ഓൺലി സ്മൈലിംഗ് അറ്റ് ദം. കുറെ കഴിയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വരുന്ന വോയിസ് അടയും. കാരണം എന്നാ? നമുക്കറിയാം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, സഹോദരി സഹോദരന്മാരോടല്ല, അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ചിന്തയിന്മേലാണ്. ചിന്തയെ കൺട്രോൾ ചെയ്യുന്നതിന്റെ മേലുള്ളതാണ് എന്റെ പോരാട്ടം. അവിടെ മനസ്സിലാക്കണ്ടേ, മൈ ഫൈറ്റ് ഈസ് നോട്ട് അഗൈൻസ്റ്റ് സോ ബ്രദർ, ഹി ഈസ് മൈ ബ്രദർ. കർത്താവ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. ലോകത്തിലായിരിക്കുന്നു വിചാരിച്ചു, ഇപ്പൊ ദൈവരാജ്യത്തിലായ ലോകത്തിലാണെങ്കിലും ഗോഡ് ലവ്സ് ദം ആസ് ഹി ലവ്സ് യു. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ദൈവരാജ്യത്തിലായതുകൊണ്ട് എന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് ആരും ധരിക്കണ്ട. കാരണം എന്റെ നിങ്ങളുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല ദൈവം നമ്മളെ മാനിക്കുന്നത്, പുത്രനെ നോക്കിയിട്ടാണ് നമ്മളെ മാനിക്കുന്നത്. അപ്പൊ ഉള്ളിൽ വന്ന പുത്രന്റെ പരിജ്ഞാനത്തിൽ വളരും തോറും ആ നന്മ എന്നിൽ നിറയാൻ തുടങ്ങും, ആ ഗുഡ്നെസ് എന്നിൽ നിറയാൻ തുടങ്ങും. ആ ഗുഡ്നെസ് എന്തുവാ? നമുക്കറിയാം, God is compassionate, God is loving, God is peaceful, full of faith, forgiving. ഇതെല്ലാം നന്മയാ ദൈവത്തിന്റെ. അത് എന്നിലൂടെ നിറഞ്ഞ് 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 വരുമ്പോഴാണ്, എന്നിലൂടെ അത് പുറത്തു വരുമ്പോഴാണ് തിന്മയുള്ളിടത്ത് ഞാൻ നന്മ കൊണ്ട് അതിനെ എതിർക്കാൻ ശീലിപ്പിക്കപ്പെടണം, അത് പരിശീലിപ്പിക്കപ്പെടണം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ഇങ്ങനെ ആയിരുന്നു നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തുനിന്ന് ദൈവരാജ്യത്തിന്റെ വഴികളിലേക്ക് വരണേ. ഇറ്റ് ഇസ് എ ട്രെയിനിങ്.
ആ ട്രെയിനിങ്ങിന് യു നീഡ് സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ്. സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും, പക്ഷെ എല്ലാ സാഹചര്യവും നിങ്ങളാൽ താങ്ങാനാകുന്നതിനപ്പുറം ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ചെറിയ ചെറിയ സാഹചര്യത്തിൽ കൂടെ കേൾപ്പാൻ വേഗതയും പറവാൻ സാവധാനവും ദേഷ്യപ്പെടാൻ സാവധാനവും ദൈവം നിങ്ങളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് കൺട്രോൾ പോസ്റ്റ് ബട്ടണിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഏത് സാഹചര്യം വന്നാലും നന്ദി കരയറ്റ്. നന്ദി കരയത്തിന് ഉദ്ദേശം എന്നാ? മൈ ഫോക്കസ് ഇസ് ഷിഫ്റ്റിംഗ് ഫ്രോം ദ സിറ്റുവേഷൻ ടു ജീസസ് ഇൻസൈഡ് മീ. എന്റെ ഉള്ളിൽ. അപ്പൊ എന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ കീ എന്താ? റിജോയ്സിങ്. ഏത് സാഹചര്യത്തിൽ നിന്ന് നന്ദി കരയറ്റുമ്പോൾ എന്റെ ഐസൈറ്റ് ലോകപ്രകാരമുള്ള കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് മാറും. എന്നിട്ട് പുതിയ സൃഷ്ടിയുടെ ഐസൈറ്റിലേക്ക് ഞാൻ വരും. അത് യേശു എങ്ങനെ കാണും? സോ യു ക്യാൻ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ഇൻസൈഡ് യു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയത്. ഒരു സാഹചര്യം മുന്നേ വരുമ്പോൾ, കർത്താവെ അങ്ങ് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, എന്നെ കൈവിടത്തില്ലെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യം എന്റെ മുന്നിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് എന്നെ പണിയാനാണ്, പക്വതയും തികവുള്ളതുമായിട്ട് പണിയാനാണ്. അങ്ങനെയെങ്കിൽ ഈ സാഹചര്യം അങ്ങ് എന്താണ് കാണുന്നത്? ഐ ഡോണ്ട് വാണ്ട് ടു സീ വിത്ത് മൈ ഐസ്. എന്റെ കണ്ണിൽ കൂടെ അല്ല എനിക്ക് കാണാൻ ആഗ്രഹം, അങ്ങ് എന്ത് കാണുന്നു? സോ ദ ഫസ്റ്റ് ഐസൈറ്റ് ദൈവം കറക്റ്റ് ചെയ്യും. അപ്പൊ കണ്ണ് കാണാത്ത ദൈവരാജ്യത്തിന്റെ കണ്ണുകൊണ്ട് ദൈവം കാണാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് ഇവിടെ കാണുന്നത് ആയിരിക്കത്തില്ല മനസ്സ് എപ്പോഴും വേൾഡിലെ ചിന്തയാണ്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും ഇറ്റ് ഈസ് സെറ്റ് ഓൺ ദ ഫ്ലഷ്, ജഡത്തില. കാരണം ജഡം എപ്പോഴും നമ്മുടെ ദൈവരാജ്യത്തിന്റെ മക്കളാന്ന് പറയുമ്പോഴും ജഡമാണ് നമ്മുടെ ഇങ്ങനെ ഡോമിനന്റ് ആയിരിക്കും. എപ്പോഴും അതിനെ റൂൾ ചെയ്യാൻ ഇങ്ങനെ ജഡം നോക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ദൈവം നമ്മുടെ ഈ സെൽഫിനെ ദൈവം പൊട്ടിക്കും. സെൽഫിനെ ഒന്ന് ഉടയ്ക്കാൻ ദൈവം നോക്കും. കാരണം എന്നാ? അത് കർത്തൃത്വം യേശുവാണ് നമ്മൾ പറയുമ്പോഴും നമ്മുടെ വിചാരങ്ങളിൽ മേൽ ഇപ്പോഴും യേശു അല്ല കർത്താവ്, നമ്മുടെ ചിന്തയാ കർത്തൃത്വം. എന്നാലും സഹോദരർ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എന്തെല്ലാം ഉപകാരം ചെയ്തു, എന്നിട്ടും അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പ്രതികരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? എന്റെ ജഡമാണ് എന്നെ ഭരിക്കുന്നത്, ആത്മാവല്ല ഭരിക്കുന്നത്. സോ അത് ഇറ്റ് ഈസ് ടു ബി ബ്രോക്കൺ ഓഫ്. അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോഡ് വിൽ അലൗ so that to come before me and speak something unkind towards me. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? The fruit of the spirit, kindness, can only grow in a situation of a soil where someone is unkind. എന്നാലേ ഈ കൈൻഡ്നെസ് എന്ന ഫലം എൻ്റെ ഉള്ളിൽ പക്വതയെ വരത്തുള്ളൂ. അങ്ങനെ ഓരോ സാഹചര്യം നിങ്ങളുള്ളൂ. അപ്പൊ കൈൻഡ്നെസ് പക്വതയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉരുട്ടി പിടിച്ചിട്ട് കാര്യമില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുപോകും. നോ, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ. ഇറ്റ് ഇസ് ഗോയിങ് ടു റിമെയിൻ. ഇറ്റ്സ് എ ട്രെയിനിങ്. അപ്പൊ ആ ഒരു ഡിസേൺമെന്റ് എനിക്ക് വേണം. ഈ സാഹചര്യം എന്താണ് എന്നെ പരിശീലിപ്പിക്കുന്നത്? ഒരു ഡിസേൺമെന്റ് എനിക്ക് വേണം. ഇസ് ഇറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ഓർ ഇസ് ഇറ്റ് അതോറിറ്റി, ഓർ ഇസ് ഇറ്റ് പവർ? അവിടാണ് നമ്മൾ ആ ഡിസേൺമെന്റ് വേണം. ആ ഡിസേൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ റിലേഷൻഷിപ്പിലേക്ക് വരണം, ആ ബന്ധത്തിലേക്ക് വരണം. ആ ബന്ധം നമ്മുടെ മനസ്സിനെ നമുക്ക് അകന്നു പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാലത്തും ദൈവം നമ്മളെ വിട്ടിച്ച് പോവുകയില്ല. കാരണം ഒരു ഉടമ്പടിക്കകത്ത് എന്നെ നിങ്ങളെ കൊണ്ടുവന്നേക്കാം മക്കളെ. ഇറ്റ്സ് എ ബ്ലഡ് കവനന്റ്. ആ റിലേഷൻഷിപ്പ് ഒരിക്കലും മാറ്റത്തില്ല. സോ ദ മോർ ഐ ലേൺ ടു ഗ്രോ ഇൻ മൈ ഐഡന്റിറ്റി, എന്റെ വ്യക്തിത്വത്തിൽ ഞാൻ വളർന്നു വരുന്തോറും, അപ്ഗ്രേഡ് ചെയ്ത് വരുന്തോറും, ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവം നമ്മുടെ ഐഡന്റിറ്റി ബിൽഡപ്പ് ചെയ്ത് വരുന്തോറും ഐ ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. യേശുവിന്റെ കൂടെയുള്ള ജീവിത ശൈലിയിലേക്ക് ഞാൻ വരും. ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ ദ മോർ ഐ ബിഗിൻ ടു ലിവ് വിത്ത് ഹിം, ദ മോർ ഐ ബിഗിൻ ടു നോ ദാറ്റ് ഹി ഈസ് ഇൻ മീ. എന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ദ മോർ ഐ ബിഗിൻ ടു ഡു ലൈക്ക് ഹിം. ആ ഒരു രൂപാന്തരം വരണം. അല്ല നമുക്കിതെല്ലാം വാക്യം എടുത്ത് എന്റെ ഉള്ളിൽ യേശു ഉണ്ട്, അതുകൊണ്ട് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നോ, ദാറ്റ്സ് എ പ്രോസസ്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ you have to go through a process. എന്തുകൊണ്ട് ഒരു പ്രോസസ്സിൽ കൂടെ പോകുന്നത്? Because there is no breakthrough without a process. കാരണം ദൈവം തരുന്ന വാഗ്ദത്തം എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നിലനിൽക്കുകയും വേണം. അത് ഫലം കായ്ക്കണം, അധിക ഫലം കായ്ക്കണം. കാരണം എന്നാ? ദൈവത്തിന് അത്യന്തികമായ ഉദ്ദേശം എന്നാ? നമ്മള് ലോകത്തിലുള്ളവരെ ഈ ദൈവത്തിന്റെ ഈ
സ്നേഹത്തിലേക്ക് നയിക്കപ്പെടണം. ആ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ വിസ്ഡം ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങൾക്കും ഇന്ന് ജ്ഞാനം അവൈലബിൾ ആണ്. ദൈവരാജ്യത്തിന്റെ ജ്ഞാനം, ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അവൈലബിൾ ആണ്. ആ ഇരുമനസ്സുള്ളവൻ മാത്രമേ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, ബട്ട് പ്രാപിക്കാൻ പറ്റുകയില്ല. പക്ഷെ വെൻ യു കം ഇൻ ടു വൺ ഫോക്കസ് വിത്ത് ദ ലോർഡ്, കർത്താവെ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഈ സാഹചര്യത്തിന് നടുവിലും അങ്ങ് എന്താണ് കാണുന്നത്, അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്, അങ്ങ് എന്താണ് സംസാരിക്കുന്നത്, അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ആ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ, അതെന്റെ ജീവിത ശൈലിയായി മാറുമ്പോൾ, ഐ വിൽ ബി ലിവിങ് ലൈക്ക് ഹിം. ആ യേശുവിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, as he is so we are in this world. അവനായിരിക്കുന്നത് എങ്ങനാണോ അതേ തലത്തിലേക്ക് എന്നെ നിങ്ങളെ ഒരു രൂപാന്തരത്തിലേക്ക് ദൈവം ഈ ലോകത്തിൽ നമ്മളെ കൊണ്ടുവരും. ആ ഒരു ബന്ധത്തിലേക്ക് വരാനാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം ഓരോ പക്വതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി വിവിധ സാഹചര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കും. അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കണം. അതെല്ലാ സാഹചര്യവും. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് ഇതെടുക്കണം. എല്ലാ ദിവസവും നമുക്ക് വി ഹാവ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ ആത്മാവിന്റെ ഫലവും പക്വത വരാൻ പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതിനെ റിയലൈസ് ചെയ്ത് ആ ഓപ്പർച്യൂണിറ്റി വരുന്നതാണ് ഉടനെ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ക്വയറ്റൻ യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ഗിവ് താങ്ക്സ്. ആ ഗിവ് താങ്ക്സിന് പറഞ്ഞു, ഇറ്റ് ഈസ് ടു ബ്രിങ് ബാക്ക് ഇൻ ടു ദ പ്രസൻസ്. കാരണം നിങ്ങളുടെ അകമേ മനുഷ്യൻ 24 മണിക്കൂറും 365 ദിവസവും ദൈവത്തിന്റെ പ്രസൻസിലാണ്. സ്പിരിറ്റ് ഇസ് 365 days in the presence of God. ഇവിടാണ് ദൈവരാജ്യം. ഇത് കാണുന്നത് മനസ്സിനാണ് എല്ലാം പ്രോബ്ലം. ആ മനസ്സ് രൂപാന്തരപ്പെടുക്കുമ്പോഴേ, ഇവിടെ കണ്ടത് മനസ്സിൽ കണ്ട് അതിനെ പ്രോസസ് ചെയ്ത് മനസ്സിനെ രൂപാന്തരപ്പെടുമ്പോഴേ ഒരു യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തും. സോ വി ആർ ഓൾ ലേണിംഗ്, ഡസൻറ്റ് മാറ്റർ. നമ്മൾ പല ഘട്ടങ്ങളിലായിരിക്കും, പല ഗ്രോത്തിലുള്ളവരായിരിക്കും, ബട്ട് വി ആർ സ്പീക്കിംഗ് ലൈഫ് ഇൻ ടു ഇറ്റ്. നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മളറിയാം, ഇപ്പൊ ഏകദേശം ഒരു 44 ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞു. പലരുടെ ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു വലിയൊരു രൂപാന്തരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന്റെ ഒരു വിഷൻ ഞങ്ങൾക്ക് തന്നത് തന്നെ ഈസ് ഗോയിങ് ടു റേസ് അപ്പ് എ മൈറ്റി ആർമി ലൈക്ക് ദ ഡേവിഡ്സ് മൈറ്റി ആർമി. കാരണം നന്മയും കരുണയും നിറഞ്ഞൊരു ഗുഡ്നെസ്സില് എഴുന്നേക്കുന്ന ഒരു തലമുറയെ ദൈവത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകും. കാരണം ഐ ബിലീവ് ഗോഡ് ഈസ് ഡൂയിങ് എ ന്യൂ തിങ് നൗ. ഈ സീസണില് ഗോഡ് ഈസ് ഡൂയിങ് എ ന്യൂ തിങ്. കാരണം ഈ ലോകത്തെ കീഴ്മേഴായി മറിക്കാൻ ദൈവത്തിന്റെ നന്മയും കരുണയും നിറയണം ഞാനും നിങ്ങളും. കാരണം ഇതിനെതിരെ നമ്മുടെ മാത്രമേ ഉള്ളൂ വിസ്ഡം. ആൻഡ് ദ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ us. ബട്ട് നമ്മൾ ആ റോളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല ഇപ്പോഴും. നമ്മളെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു മൈൻഡ് സെറ്റ് വന്ന് നമുക്ക് ഇവിടെ എല്ലാം വിട്ടേച്ച് നമ്മൾ വേറൊരു ധ്രുവത്തിലേക്ക് പോവാ. നോ. ഇവിടാണ് സ്വർഗം ഭൂമിയിൽ ഇറക്കാൻ നിയോഗിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. അപ്പൊ ഒരു നടുവിലും ഐ ഹാവ് ടു ബൈൻഡ് സർട്ടൻ തിങ്സ്. അവിടെ ഉള്ളത് ഇവിടെ ലൂസ് ചെയ്യണം. അപ്പൊ എന്താണ് ഞാൻ കെട്ടേണ്ടത്, എന്താണ് ഞാൻ അഴിക്കേണ്ടത്, ആ ജ്ഞാനത്തിൽ കൂടെ എനിക്ക് നിങ്ങൾക്കും പറ്റും. കാരണം ദൈവരാജ്യ താക്കോൽ എൻ്റെ നിങ്ങളെ തന്നിട്ടുണ്ട്. കെട്ടണം, അഴിക്കണം. എന്താ കെട്ടേണ്ടത്, എന്താ അഴിക്കേണ്ടത്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇതെല്ലാം ഈ മാർമിക സത്യങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ആത്മാവിന്റെ ഫലത്തിൽ പക്വതയും ഞാനും നിങ്ങളും വരിക, അത് എന്നിലൂടെ ഫലമായി പുറത്തു വരണം. ഈ ഒരു ആസ്പെക്റ്റിൽ ആ സ്ക്രിപ്ചർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 2 പത്രോസ് 1:5 തൊട്ട് 10 വരെ ഒന്ന് നിർത്തി എന്ന് വായിച്ചേ. സോ ബ്രദർ, POC തന്നെ വായിച്ചാൽ മതി, അതോ വേറെ വേഷം വായിക്കണം? വേറെ വേഷം വായിച്ചോ. POC is already there. Quick. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലവരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഉസ്രദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാവിന്റെ ഫലത്തിൽ പക്വതയെ വരുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുന്ന ഓരോ സാഹചര്യത്തെയും ആ കണ്ണുകൊണ്ടൊന്ന് കണ്ട്, വിശ്വാസം മാത്രം പോരാ, പക്വത വരണം, ആത്മസംയമനം വേണം, ഇന്ദ്രിയത്തിന്മേൽ ജയം വേണം, ഭക്തി വേണം, വിശ്വാസം വേണം, അതിനോടുകൂടെ ഏറ്റവും അധികമായിട്ട് സ്നേഹം കൂടെ ചേർക്കണം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളും വർദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കും, അധിക ഫലം കായ്ക്കും, അത് എന്നേക്കും നിലനിൽക്കും. ഈ കാണുന്ന കാഴ്ച അങ്ങ് മാറും. നിങ്ങളുടെ ഹൃസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ് ഒന്ന് മാറി ദൈവരാജ്യത്തിന്റെ കണ്ണുകൊണ്ട് ആൾക്കാരെ കാണുകയും ഇതെല്ലാം ചെയ്യും. കാരണം ദൈവമക്കളെ, നമ്മൾ ദൈവരാജ്യമാണെങ്കിലും വി ആർ ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഈ ജ്ഞാനം, ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനം എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ മനസ്സിൽ അത് പ്രോസസ് ചെയ്ത് അത് എങ്ങനെ പാക്കേജ് ചെയ്ത് സെക്കുലർ ലാംഗ്വേജ് കൊടുക്കാൻ ഞാനും നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടണം. നിങ്ങൾ തന്നെ ആണ്, യു ഷുഡ് ബി ദ വിഷ്വൽ എയ്ഡ് ഓഫ് ജീസസ് ടു ദ പീപ്പിൾ അറൗണ്ട് യു. നിങ്ങൾ ആയിരിക്കുന്ന മേഖല എവിടാണ് അവിടെ നിങ്ങൾ ഷോർട്ട് സൈറ്റഡ് ആകാതെ ഫാർ സൈറ്റഡ് ആകണം. കാണണം ദൈവരാജ്യത്തിന്റെ കണ്ണുകൊണ്ട്. ഏതൊരു വ്യക്തി നിങ്ങളുടെ മുന്നേ വന്നാലും ആ വ്യക്തി, കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് അങ്ങ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം, ഞാൻ എന്ത് അഴിക്കണം, ഞാൻ എന്ത് റിലീസ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ദൈവരാജ്യത്തിന്റെ ആ ഒരു മഹിമയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ ആ ഗുഡ്നെസ് നിങ്ങൾ റിലീസ് ചെയ്യാൻ നിങ്ങൾ ഇന്നാളിൽ വളരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. യു കീപ് ഓൺ റീഡിങ് ദീസ് തിങ്സ് ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. ഓക്കെ.